സോണിയാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ മൊമോസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നോർത്ത് ഇന്ത്യയിലേക്കുള്ളവർക്കാണെങ്കിലും നല്ല പരിചയമുള്ള ഒരു ഫുഡാണ് മൊമോസ്. വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം ഇന്ന് ചിക്കൻ മൊമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ മൊമോസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മൈദമാവ് ആദ്യം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മൈദ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ രൂപത്തിൽ വേണം മൈദമാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ അതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മൊമോ ഉണ്ടാക്കാനുള്ള മൈദമാവ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ പരത്തി എടുക്കുമ്പോൾ. അപ്പോൾ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് പരത്താനായിട്ട് തുടങ്ങാം. അതിന് ചെറുതായിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇനി ഇതിനെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഒരു ചെറിയ പപ്പടത്തിൻ്റെ വലിപ്പത്തിൽ കനം കുറച്ച് പരത്തിയതാണിത്. ഇനി ഇതേ വലിപ്പത്തിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി പരത്തിയെടുക്കാം. ചിക്കൻ മൊമോസാണ് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് 300 ഗ്രാം ചിക്കൻ, ഇത് ബോൺലെസ് ചിക്കനാണ്. അപ്പം പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ചിലർ മിൻസ് ചിക്കനാണ് ഉപയോഗിക്കാറ്. അത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അരച്ചുണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് കിടക്കുന്നതാണ്. നമ്മളത് കഴിക്കുമ്പോഴാണെങ്കിലും നല്ലതായിരിക്കും ഇങ്ങനെ ചെറുതായിട്ട് കടിച്ചിരിക്കുമ്പോൾ. അപ്പം അങ്ങനെ 300 ഗ്രാം ചിക്കൻ ഇത് ഞാൻ കുക്കറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ച് അങ്ങനെ പീസാക്കി എടുത്താണ്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ്, ഒരു സ്പ്രിംഗ് ഒനിയൻ. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സ്പ്രിംഗ് ഒനിയനും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കനാണ്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഈ ക്യാരറ്റ് ഇത് നന്നായിട്ട് കുക്ക് ആവുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ. ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ അതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇപ്പം ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് കുരുമുളക് പൊടി ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇതിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിനുള്ള കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 സ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിൻ്റെ സൈഡിലേക്ക് ഒരല്പം വെള്ളം കൂടി തൊട്ട് കൊടുക്കാം. അത് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ഒട്ടി വരാനായിട്ടാണ് ഇങ്ങനെ വെള്ളം തൂക്കുന്നത്. ഇനി ഇതുപോലെ ഇതിൻ്റെ സൈഡ് മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മേൽഭാഗം ഇതുപോലെ എതിർപോലെ ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഇതുപോലെ അപ്പച്ചപ്പിൻ്റെ തട്ടിൽ വെച്ച് ഇനി ഇത് ആവി കയറ്റി എടുക്കാം. ഇതിൻ്റെ കൂട്ടെല്ലാം നന്നായിട്ട് വെന്തായതുകൊണ്ട് ഒരുപാട് നേരം ഇരിക്കണ്ട. ഈ പുറത്തെ മൈദമാവ് ഒന്ന് വെന്താൽ മതി. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പ് മാറ്റി നോക്കാം. നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റാം. അപ്പോൾ മൊമോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മൊമോയുടെ ചട്നിയാണ്. അപ്പോൾ മൊമോസിൻ്റെ ആ ടേസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ ആ ചട്നിയുടെ കൂടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള ചട്നി തയ്യാറാക്കാം. അപ്പോൾ ചട്നിക്കായിട്ട് ആദ്യം പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ചെടുക്കാം. ഇത് ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 10 മുളകാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ സ്പൈസി ചട്നി ആവശ്യമുള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് മുളകിൻ്റെ എണ്ണം കൂട്ടുക. അപ്പോൾ ഞാനിത് 10 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നമ്മൾ ടൊമാറ്റോയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ ഈ സ്കിന്ന് കളയാനായിട്ടാണ് ഞാനിത് വലുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ടൊമാറ്റോയുടെ തൊലി നമുക്കിതുപോലെ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റും. ഇതൊരല്പം തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ, ഒരു ചെറിയ പീസ് ഇഞ്ചി അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, അരമുറി നാരങ്ങ, 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ചേർക്കാനുള്ള ഉപ്പ്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ മുളകിൻ്റെ പേസ്റ്റും കൂടെ. പാനിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ പേസ്റ്റായിട്ട് അരയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ടൊമാറ്റോ ഒക്കെ വേവിച്ച വെള്ളമുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളത് ഈ മുളകും ടൊമാറ്റോയും കൂടി വേവിക്കുമ്പോൾ എപ്പോഴും നല്ല വെള്ളം തന്നെ നല്ല വെള്ളത്തിൽ വേണം അത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരമുറി നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പം നാരങ്ങ ലഭ്യമല്ലാത്തവർക്ക് പകരം വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ ചേർത്താൽ മതി, നാരങ്ങാനീരോ ചേർത്താൽ മതി. മോമോസിനുള്ള ചട്നി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ സ്വാദിഷ്ടമായ മോമോ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.